2 മോഷണം. രാഷ്ട്രീയ നേതാവും മുൻ എംപിയുമായ PVCയുടെ വീട്ടിൽ നിന്നും പാർട്ടി ഫണ്ടിനായി സ്വരൂപിച്ചു വെച്ച 25 ലക്ഷം രൂപ മോഷണം പോയി. ഈനാശു എന്ന കള്ളനെ സംശയാസ്പദമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ എന്താണ് ഇത് കണ്ടോ? ഈനാശു നിരപരാധിയാണ്. അതെ, അവൻ നിരപരാധി തന്നെയാണല്ലോ. പോലീസുകാർ അവനെയാ പിടിച്ചിരിക്കുന്നേ. പേടിക്കണ്ട, ഇന്ന് അവനെ അവർ കോടതിയിൽ ഹാജരാക്കും. പക്ഷെ അവൻ കോടതിയിൽ എത്തില്ല. കോടതി കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടിരിക്കും. സത്യമാണോ ഇത്? വാക്കും തോക്കും ആവശ്യത്തിന് മാത്രമേ ഈ ആൻഡ്രൂസ് ഉപയോഗിക്കാറുള്ളൂ. ഹലോ കണ്ടക്ടറെ, ഒന്ന് നിർത്തിക്കേ. ഒരു VIP ഇറങ്ങാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വിലം കൊടക്കി ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അവിടെ നോക്കണ്ട, പെമ്പിള്ളേരൊക്കെ അവിടെ നോട്ടെ. ഇങ്ങോട്ട് വരും, നടക്കടാ. ഇങ്ങോട്ട് ഇറങ്ങാൻ നടക്കേ. ഒപ്പത്തിനൊപ്പം നടക്കാറായില്ല കേട്ടോ. നീ കുറച്ച് പുറകെ നിന്നാ മതി. തലേന്നും ചൊറിയണ്ട. തലയൊക്കെ നമുക്ക് കോടതി ചെന്നിട്ട് ചൊറിയാം കേട്ടോ. ഇപ്പൊ ചൊറിഞ്ഞാൽ മുടി കൊഴിഞ്ഞു. എടാ, മൈസൈറ്റ് ചോദിക്കുമ്പോഴേ ഉള്ള കുറ്റങ്ങേറ്റ് പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ലോക്കപ്പിൽ കയറ്റി നിന്റെ ദേഹത്തുള്ള എണ്ണ മുഴുവൻ ഞങ്ങൾ പിഴിഞ്ഞെടുക്കും കേട്ടോ. ഇതൊരാവശ്യമില്ലാത്ത പോക്കാണ്. എന്തുമാത്രം മോശം ഞാൻ നടത്തിയിരിക്കണം. അപ്പോഴൊന്നും കോടതി കയറേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു വിലങ്ങ്. ചിരിക്കല്ലേ. വിലം കിട്ടി ചിരിച്ചാൽ നടുവിലങ്ങും. കണ്ടു ആരാ? എന്റെ അമ്മായിമ്മടെ നാത്തോൻ. കാര്യം അന്വേഷിക്കാതെ ഒരു കാര്യാന്വേഷണം. കോളേജിലേക്കായിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് കോളേജിലേക്കാണെന്ന് തോന്നുന്നു. ഞാൻ വലിയൊരു കേസ് തെളിയിക്കാൻ പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് പോവാണ്. പിന്നെ ഞാൻ essay ടെസ്റ്റ് പിന്നെ എഴുതി. ഞാൻ ചോദിച്ചില്ലല്ലോ. എങ്കിലും പറയേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ. ഈനാശുനെ കൊണ്ടുപോയി. ഓടിവാ. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടേത്. അതൊക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ്. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞുള്ളതാ. പ്ലീസ് സർ, ഞാൻ നിരപരാധിയാണ്. ഉത്തരവാദിത്വ ബോധമില്ലാത്ത 2 കോൺസ്റ്റബിൾമാരാണ് ഈനാശുവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത്. ഒന്നും എനിക്ക് കേൾക്കണ്ടോ? രൂപ ചില്ലറയല്ല, 25 ലക്ഷമാ. 25 ലക്ഷം തല്ലുണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും നാട്ടുകാരിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാ ഈ പണം. ഈ കാരണം കൊണ്ട് എന്റെ രാഷ്ട്രീയ ഭാവി അങ്ങനെ തകരാറിലായ കാക്കി കുപ്പായിട്ട് ഒരുത്തരും ഈ സ്റ്റേഷനിൽ കാണില്ല. അത് ഓർമ്മ വെച്ചോ. പിന്നെ ഇയാൾ എന്നെ അങ്ങ് വിഴുങ്ങിക്കളയും. തന്നെക്കാൾ വലിയ മന്ത്രിയുടെ ശുപാർശയിലാണ് ഞാൻ ജോലി കയറിയത്. അറിയാമോടോ കഴുത. എന്തെങ്കിലും പറഞ്ഞാ എത്രയും പെട്ടെന്ന് നടപടി എടുക്കാം സാർ. സാർ, പാർട്ടി ഓഫീസിലേക്കല്ലേ? അല്ല, സൂര്യനെല്ലിയിലേക്ക്. വണ്ടി വിടറാ. ഭാസ്കര, നിനക്ക് 2 അടി തരാനുള്ള വടി എനിക്ക് കിട്ടി. സർക്കിൾ, DYSP, SP എല്ലാവരും ഉണ്ടായിരുന്നു കോൺഫറൻസിൽ. നിങ്ങളെ 2 പേരെയും സസ്പെൻഡ് ചെയ്യരുതെന്ന് ഞാൻ അങ്ങേറ്റം വാദിച്ചു നോക്കി. പക്ഷെ അവർ ഒരു ദയയും കാണിച്ചില്ല. എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെ 2 പേരെയും സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. വാങ്ങിച്ചോളൂ. മാത്യു ജോസഫ്, KV ഭാസ്കരൻ. എന്ത് ചെയ്യാം? പിടിവിട്ട കള്ളനെ പിടികിട്ടും വരെ നിങ്ങൾക്ക് ജോലിയില്ല, ശമ്പളവും ഇല്ല.
ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ സാർ ഒരുപാട് വാദിച്ചെന്ന് പറഞ്ഞല്ലോ. അതെ, എതിരായ തീരുമാനം എടുത്തപ്പോ അന്തസ്സോടെ കോൺഫറൻസിൽ നിന്ന് ഇറങ്ങി പോരാത്തതെന്ത്? അങ്ങനെ സ്വന്തം അഭിപ്രായം വിലപ്പോകാതെ വരുമ്പോ ഇറങ്ങിപ്പോരാൻ ഇതെന്താ കേരള ഫിലിം അവാർഡ് കമ്മിറ്റിയോ? പിന്നെ കള്ളനെ പിടിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഡിസ്മിസലാ. എന്റെ പേടി അതല്ല. ഈ അവസ്ഥയിൽ അഞ്ജു തന്നെ പൂർണ്ണമായും പുറന്തള്ളുമോന്ന. അച്ചായ, ഒരു മിനിറ്റ്, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താ? അപ്പോ അഞ്ജുവിന് എന്നോടൊരു ചായ ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ധൈര്യമായി. എന്നാ കേട്ടോളൂ. കുരികേശ് മാത്യു പ്രിൻസിപ്പൾ ആയിട്ടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിൽ തന്നെയാണ് KV ഭാസ്കരനും ട്രെയിനിങ് എടുത്തത്. ഇന്ന് തൊട്ട് 90 ദിവസത്തിനകം നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. അഞ്ജുവിന്റെ കഴുത്തിൽ താലിയും കിട്ടും. ആണോ? അതേടാ. എങ്കിൽ ആ 90-ാം ദിവസം ഈ VC ഭാഗ്യനാഥൻ പാതി മീശ വടിച്ചു കളയും. ഇത് സത്യം, സത്യം. കാണാം. കാണാം.